ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതനിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മൾ അലങ്കരിച്ചു, ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മൾ അലങ്കരിച്ചു. വീഞ്ഞു പകരുന്ന മഞ്ഞിൽ മുങ്ങി വീണ്ടും മനസ്സുകൾ പാടി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. എനിക്കൊരനുഗ്രഹം തരുമോ കൊച്ചുണ്ണീശോയെ, എനിക്കൊരനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ. കൊച്ചുണ്ണീശോയെ, എനിക്കൊരനുഗ്രഹം തരുമോ. ഇന്നു മുതൽ ഞങ്ങൾ നിന്റെ പൈതങ്ങളാകാം, പൈതങ്ങളാകാം ഉണ്ണി, പൈതങ്ങളാകാം. ഇന്നു മുതൽ ഞങ്ങൾ നിന്റെ പൈതങ്ങളാകാം, പൈതങ്ങളാകാം ഉണ്ണി, പൈതങ്ങളാകാം. കൊച്ചുണ്ണീശോയെ, എനിക്കൊരനുഗ്രഹം തരുമോ, കൊച്ചുണ്ണീശോയെ, എനിക്കൊരനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ. ഇറങ്ങി വരാമോ ഉണ്ണി, ഇറങ്ങി വരാമോ. കൊച്ചുണ്ണീശോയെ, എനിക്കൊരനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ. എന്റെ ദൈവം എന്നെ നയിച്ചു, പ്രശാന്തമാം തടാകത്തിൻ തീരത്തേക്ക് എന്നെ വിളിച്ചു. പച്ചപ്പുൽമേട്ടിലേക്ക് എന്റെ ദൈവം എന്നെ നയിച്ചു, പ്രശാന്തമാം തടാകത്തിൻ തീരത്തേക്ക് എന്നെ വിളിച്ചു. പച്ചപ്പുൽമേട്ടിലേക്ക് എന്റെ ദൈവം എന്നെ നയിച്ചു, പ്രശാന്തമാം തടാകത്തിൻ തീരത്തേക്ക് എന്നെ വിളിച്ചു. മന്ദാരങ്ങൾ വീശി അലകളിളകിയാടി, മന്ദാരങ്ങൾ വീശി അലകളിളകിയാടി, കൂട്ടുകൂടി പാട്ടുപാടി കഥ പറഞ്ഞ് കൈകൾ കോർത്ത് എന്റെ ദൈവം കൂടെ നടന്നു, എന്റെ ദൈവം കൂടെ നടന്നു. എനിക്കൊന്നിനും കുറവില്ല. പച്ചപ്പുൽമേട്ടിലേക്ക് എന്റെ ദൈവം എന്നെ നയിച്ചു, പ്രശാന്തമാം തടാകത്തിൻ തീരത്തേക്ക് എന്നെ വിളിച്ചു.
മലകളിൽ മരണം അരികിൽ നിഴലായി പതിയും മൂകമായ താഴ്വരയിൽ. പുൽക്കൂട്ടിൽ ചൂടേറ്റി പിറന്ന ദൈവത്തിൻ പുത്രനെ സ്തുതിക്കാം. കരോളിനായി ക്ഷണിക്കുന്നു നിവ്യ ആൻഡ് പാർട്ടി. ും നിറഞ്ഞിടും ശാശ്വത ശാന്തിദായക നിത്യനാം സത്യനായക മുക്തിദായക ദൈവമേ. സ്വർഗത്തിൽ നിന്നും മാലാഖമാർ വിശുദ്ധരും വിനീതരും എളിവരുമായ ആട്ടിടയന്മാരോട് മനുഷ്യരാശിയെ നയിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ചെറിയ തീർത്ഥാടനമാകുന്ന ജീവിതത്തിൻ്റെ അവസാനം മരണത്തിലൂടെ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്ര, അതിലേക്കായിട്ട് നമ്മളെ നയിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ഭൂജാതനായ ആ വലിയ ദിവസത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസ്, ആ ക്രിസ്മസ് സെലിബ്രേഷനാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, ലോകം മുഴുവനും ഡിസംബർ 25 ദൈവപുത്രൻ്റെ തിരുപ്പിറന്നാളായി ആഘോഷിക്കുമ്പോൾ നമ്മുടെ കരികുന്നം സ്കൂളിൻ്റെ, നമ്മുടെ കരികുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ക്രിസ്മസും നമ്മുടെ ഓണവും എല്ലാം നമ്മൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന രീതിയാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ഇന്ന് പരീക്ഷ ദിവസമാണ്. ആ പരീക്ഷയെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൈസ്കൂളും നമ്മുടെ ഹയർ സെക്കൻഡറിയും നമ്മുടെ മാനേജ്മെൻറ്റ്, PTA, നമ്മുടെ നാട്, നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഒന്നു ചേർന്ന് നമ്മുടെ സമൂഹത്തിന് മാതൃക നൽകുന്ന വ്യക്തികളെ നമ്മളോട് ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അവർക്ക് അവരുടെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങാണ്. മറ്റു കുട്ടികളെല്ലാവരും കൈയടിച്ച് അവരെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അധികൃതരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഹൈസ്കൂളിലെ കുട്ടികൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ക്രിസ്മസ് കാർഡുകളും സമർപ്പിക്കുന്നതോടൊപ്പം ക്രിസ്മസിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുങ്ങുന്ന വിധത്തിൽ കുമ്പൻ തുപ്പി ധരിപ്പിച്ചുകൊണ്ട് പങ്കുപറ്റി മൈകന്യത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഹാർദമായ സ്വാഗതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും ഓരോ പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ഈ സ്കൂളിൻ്റെ പ്രിയ മാനേജർ റവർ ഫാദർ തോമസ് കരപ്പിക്കാരായനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ചിറമേൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ UK ഹെഡ് മാസ്റ്റർ ജോസൺ എടശ്ശേരി സാർ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ KU ചാണ്ടി കുന്നത്ത്, തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ. ക്രിസ്മസ് ഏവർക്കും സന്തോഷം പകരുന്ന ഒരു അവസരമാണ്.
ഇത് ഒരു പങ്കുവയ്ക്കലിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ദൈവം തന്നെ നമുക്കായിട്ട് പങ്കുവെച്ച് നൽകിയതിൻ്റെ വലിയ ഒരു ഓർമ്മ. തൻ്റെ ഏകജാതനെ, ഏകപുത്രനെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നന്മയായിട്ട്, വെളിച്ചമായിട്ട് വിട്ടുതരാൻ ദൈവം തയ്യാറായതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഇന്ന് നമ്മളോടൊത്ത് ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛനുണ്ട്. അച്ഛൻ ഇന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം നൽകുന്ന മാതൃകയും ഇത് തന്നെയാണ്. ഒരു പങ്കുവയ്ക്കലാണ്. സ്വത്തല്ല, സമയമല്ല, പിന്നെയോ തങ്ങളെ തന്നെ പങ്കുവെച്ച് നൽകുക. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കഴിയും എന്നുള്ള ഒരു ഉറച്ച മാതൃകയാണ് ഡേവിസ് അച്ഛനിലൂടെ ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം പങ്കുവയ്ക്കലിൻ്റെതാണ് എങ്കിൽ ഇന്ന് നമ്മളോടൊത്തായിരിക്കുന്ന ഡേവിസ് അച്ഛൻ ഈ ആഘോഷവേളയിൽ നമ്മളോടൊത്തായിരിക്കുന്നത് തീർച്ചയായും ഉചിതമായ കാര്യം തന്നെ എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തെമ്പാടും ക്രിസ്മസ് എന്ന് പറഞ്ഞ അതിൻ്റെ ആഘോഷങ്ങൾ, കച്ചവടങ്ങൾ, ക്രിബുണ്ടാക്കലുകൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുൽക്കൂട് ആട്ടിടയന്മാരെ, അവരാടുകളെയൊക്കെ രാത്രികാലങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടായിരുന്ന ഒരു ഗുഹയുടെ ഉള്ളിലായിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ജനിക്കാനിടയായത് ആടുകളുടെയും കാളകളുടെയും ആടുകളുടെയും ഇടയിൽ ആരുടെയും സഹായമില്ലാതെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഔസേപ്പിതാവിൻ്റെ ഇടയിലെ കൂരിരുട്ടില് തണുത്തുറഞ്ഞ മഞ്ഞില് വെളിച്ചമില്ലാതെ ഇരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലാണ് മറിയം ദൈവപുത്രന് ജന്മം കൊടുത്തത്. 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ നക്ഷത്രം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്, ഏറ്റവും വലിയ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇനി എന്നാണ് ഏറ്റവും വലിയ വട്ടപ്പ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ. ഞാൻ അതൊരു ദിവസം കാണും. ഞങ്ങളാണ് ഏറ്റവും വലിയ വട്ടപ്പം, ചിലപ്പോൾ വലിയ വട്ടേന്ന് വെച്ച് കെട്ടിയൊരു വട്ടപ്പം ഉണ്ടാക്കിയിട്ട് പറയും ഏറ്റവും വലിയ വട്ടപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ വട്ടപ്പാണ്. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് വലിപ്പം കാണിക്കാനുള്ള സമയമല്ല പ്രിയമുള്ളവരെ, ചെറുപ്പം കാണിക്കാനുള്ള സമയമാണ് ക്രിസ്മസ്. കാരണം നിങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുൽക്കൂട്ടിലെ ഏറ്റവും ചെറിയ രൂപം ഏതാ? ഏറ്റവും ചെറിയ രൂപം ഒട്ടകമൊക്കെ കിടന്ന് ഇപ്പൊ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്റെ സൈസ് കാള, ആട്, എല്ലാവരും ഭയങ്കര സൈസാ. ഏറ്റവും ചെറിയ രൂപം ഏതാ? ഉണ്ണിയേശുവിന്റെ. അപ്പൊ ഉണ്ണിയേശു പറയുന്നത് വീർപ്പിക്കണം വലുതാവണ എന്നല്ല. ഉണ്ണിയേശു പറഞ്ഞത് ചെറുതാവണ നല്ലോണം ചെറുതാവണ. അപ്പൊ ക്രിസ്മസിന്റെ അന്ന് ഒന്ന് ചെറുതാവാൻ നോക്കലാണ് ക്രിസ്മസില് ഈശോ നമ്മളോട് പറയുന്നത്. ഒരു വാക്ക്, പ്രിയ കുട്ടികളെ, നിങ്ങൾക്കാർക്കും ഈ കിഡ്നി രോഗം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് കുട്ടികളിൽ പോലും വളരെയധികം ഈ രോഗങ്ങൾ കടന്നുകൂടുന്നുണ്ട്. എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അമ്മയും കുട്ടിയും വന്നിട്ട് അമ്മ കിട്ടി കൊടുത്തു കൊച്ചിനെ. 2 വർഷം അത് പോയി. ഗൾഫിലുള്ള ഭർത്താവ് അപ്പം കൊടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി പോരുന്നവർക്ക് അറ്റാക്കായിട്ട് അയാൾ മരിച്ചു. ആ കുട്ടി അമ്മയും കൂടെ എന്നെ കാണാൻ വന്നില്ല 2 വർഷം കൊണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടില്ല. ഇല്ല ചച്ചനെ കാണാൻ വേണ്ടി വെറുതെ വന്നതാണ്. ഭർത്താവ് പോണ സമയത്ത് ഈ കുട്ടി എന്നോട് പറഞ്ഞു,
അച്ഛാ എനിക്കൊരു കിഡ്നി തരൂ. 7 പഠിക്കുന്ന ആ കുട്ടിയുടെ ശബ്ദം. പോണ നേരത്തെ അമ്മ പറഞ്ഞു, അച്ഛാ എനിക്കിതിനെ കളയാൻ തോന്നുന്നില്ല. പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ അമ്മയും കൂടെ ഇരിക്കുമ്പോൾ മറക്കാതിരിക്കുമോ? അത് ദൈവം തന്ന നിലവിളക്കുകളാണ്. അവരോട് നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തോടാണ്. അതുകൊണ്ട് നിങ്ങളുടെ അപ്പൻ അമ്മയുള്ളപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയില്ല. ചിലപ്പോൾ അവർ പോയി കഴിയുമ്പോഴേ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അവരെ സ്നേഹിക്കുക. പക്ഷെ അത്ഭുതം ഉണ്ടായിരുന്നു. മരണശേഷ അവയവങ്ങൾ ദാനം ചെയ്യുന്ന കേരളം മുഴുവൻ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ച് ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ കിഡ്നി ഈ കുട്ടിക്കാണ് കിട്ടിയത്. ആ കുട്ടിയുടെ പടം ഒരിക്കൽ പത്രത്തിൽ വന്നിരുന്നു. ആദ്യമായിട്ട് അവയവം ദാനം ചെയ്തവരുടെ സംഗമത്തിൽ മുഖ്യമന്ത്രിക്ക് ആ വ്യക്തിയുടെ കിഡ്നി വെച്ച് സുഖം പ്രാപിച്ച കുട്ടിയാണ് ബൊക്കെ കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നിങ്ങൾ തന്ന ഈ തുക ഈ സ്കൂൾ ബന്ധപ്പെട്ട് ഈ നാട്ടിലൊരു കിഡ്നി രോഗി വേദനിക്കുന്നുണ്ടെങ്കിൽ ആ കിഡ്നി രോഗിക്ക് ആരാണ് ആ കുടുംബത്തിലെ കിഡ്നി കൊടുക്കാൻ തയ്യാറായെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സ്കൂൾ എല്ലാവരും ചേർന്ന് ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടായാൽ ഒരു കിഡ്നി രോഗിക്ക് ഓപ്പറേഷൻ നടത്തി ജീവിതത്തിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഒരു സംരംഭം ഈ ക്രിസ്മസ് നാളിൽ ഈ ആഘോഷത്തിൻ്റെ പേരിൽ നിങ്ങൾ തുടങ്ങുക. ഈ നാട്ടിലൊരു കിഡ്നി രോഗിക്ക് ജീവിതം കൊടുക്കാൻ നിങ്ങളുടെ ആ കൊച്ചു ത്യാഗങ്ങൾ കാരണമായാൽ സന്തോഷമായി. ഈ പൈസ ഞാൻ അച്ഛനെ ഏൽപ്പിക്കുന്നു. നിങ്ങളത് ചെയ്യില്ലേ? ഉറക്കെ പറ, ചെയ്യില്ലേ? എനിക്ക് സംശയമില്ല. കാരണം APJ അബ്ദുൽ കലാം ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് APJ അബ്ദുൽ കലാമിന് കാഞ്ഞിരപ്പള്ളി രൂപത 1 ലക്ഷം രൂപ അവാർഡ് കൊടുത്തു. എന്നെ അബ്ദുൽ കലാം വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ അവിടേക്ക് വരണം. അബ്ദുൽ കലാം എന്തിനാന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപ അച്ഛനാ തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, എനിക്ക് മുന്നിലൊന്നുമില്ല, ഒരു പ്രോപ്പർട്ടി ഇല്ല, എൻ്റെതായ ഒന്നുമില്ലാതെ ജീവിക്കണം ആളാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇയാളെന്ത് എനിക്ക് തന്നെ ഗിരിജാത പറഞ്ഞ ചേച്ചിയെ ഞാൻ കൊണ്ടുപോയി കരൾ മുറിച്ചു കൊടുക്കാം മകന്. ആ വേദിയിൽ വെച്ച് 1 ലക്ഷം വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഈ അമ്മയ്ക്ക് 25 ലക്ഷം വേണം മകന് കിടന്നു കൊടുക്കാൻ, ഞാനിത് കൊടുത്തോട്ടെ. വെരി ഗുഡ് ഫാദർ കൊടുത്തു. പത്രക്കാരുടെ എഴുതി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് 1,04 ലക്ഷം രൂപ ആ ചേച്ചിക്ക് ഒരു വീട് പണിത് കൊടുത്തു. ആ വീട്ടിലിപ്പോൾ താമസിക്കണേ. അതുകൊണ്ട് ഈ പണം നിങ്ങളൊരു കിഡ്നി രോഗിക്ക് സമ്പാദിച്ച് കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കാനുള്ള വഴി കാണട്ടെ. അങ്ങനെ നല്ല മനസ്സുള്ള, യേശുവിൻ്റെ മനസ്സുള്ള ക്രിസ്മസ് ധന്യമാകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മളുടെ ക്രിസ്മസ് ഇന്ന് ധന്യമായിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സാധാരണ പ്രസംഗങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖഭാവവും നിങ്ങളുടെ ഇരിപ്പും, നമ്മളുടെ ഡേവിസ് അച്ഛൻ പ്രസംഗം പറഞ്ഞപ്പോൾ നിങ്ങളിൽ കണ്ട ഒരു വ്യത്യസ്തത, തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് അച്ഛൻ പറഞ്ഞ ക്രിസ്മസിൻ്റെ സന്ദേശം നിറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, വാക്കുകളല്ല പ്രവൃത്തിയാണ് വലുത്. സംസാരിക്കാനും ആർക്കും സാധിക്കും, പക്ഷേ പ്രവൃത്തിയാണ് നമുക്കില്ലാത്തത്. ആ ഒരു സന്ദേശം ഈ നമ്മളുടെ ക്രിസ്മസ് ആഘോഷ ദിനത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ വളരെ സംശയത്തോടെയാണ് ചിറമേൽ അച്ഛനെ വിളിക്കാനുള്ള ആദ്യ കാൽവയ്പ് നടത്തിയത്. തീർച്ചയായിട്ടും ഞാൻ നമ്മളുടെ ഇവിടെ ധ്യാനം നടത്തുന്ന ജിബിൽ അച്ഛൻ മുഖേനയാണ് അച്ഛൻ്റെ നമ്പറുകളൊക്കെ ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. നമ്മളുടെ ഈ ഒരു എളിയ സംരംഭത്തിൽ അച്ഛൻ വരുമോ, അച്ഛൻ വിനയം ഉള്ളയാളാണ് എന്നൊക്കെ അറിയാമെങ്കിലും നമ്മളുടെ ഈ എളിയ സംരംഭത്തിൽ അച്ഛനെ ലഭിക്കുമോ എന്നുള്ള സംശയത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ആദ്യ കാൽവയ്പിൽ തന്നെ അച്ഛൻ വരും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് എനിക്ക് ലഭിച്ചത്. അച്ഛാ, ഞങ്ങൾ ഒത്തിരി അധികം സന്തോഷിക്കുന്നു. കാരണം ഈ വലിയ മഹത്തായ സേവനങ്ങൾ നടത്തുന്ന അങ്ങ് ഈ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും വളരെ വലിയ ഒരു ക്രിസ്മസ് സന്ദേശം ഇന്നിവിടെ തന്നു. ഞങ്ങളുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ധന്യമായി. അങ്ങയുടെ വലിയ മനസ്സിന്, ഞങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള വലിയ മനസ്സിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്.
ഭാഗത്തുനിന്ന് കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. എല്ലാ വിദ്യാർത്ഥികളെയും പ്രചോദനം കൊള്ളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവർത്തന ശൈലിയുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പ്രത്യേകം പറയാതെ വയ്യ. എൻ്റെ കടമയെന്ന് പറയുന്നത് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ പ്രത്യേകിച്ചും നേരുന്നു. പ്രത്യേകിച്ചും അനുഗ്രഹ നിവേദനയിലെ കുട്ടികൾക്കും ഈ സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ കുട്ടികൾക്കും പ്രത്യേകിച്ച് SPC സ്റ്റുഡൻസിനും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകമായ ക്രിസ്മസ് നവോത്സവ ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ സ്കൂളിലെയും കുട്ടികൾക്കും ഇവിടെ കൂടിയ ഏവർക്കും നവോത്സവത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈശോയ്ക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. ബൈബിളിൽ പല ഭാഗത്തും നമ്മളത് കാണുന്നുണ്ട്. ഈശോ കുട്ടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കുട്ടികളുടെ നിർമ്മല മനസ്ഥിതിയോടുകൂടി നമ്മുടെ ഈ ക്രിസ്മസും ഇനിയുള്ള നമ്മുടെ ജീവിതവും ഈ നിർമ്മല മനസ്സോടെ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് കരുണയും സ്നേഹവും പങ്കുവയ്ക്കുവാനും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ തൊടുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബഹുമാനപ്പെട്ട ജിൽസൺ മാത്യു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കരോൾ ഗാന മത്സരം ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ വിഭാഗത്തിൽ സെക്കൻഡ് നേടിയിരിക്കുന്നത് D1. കുട്ടികൾ ലീഡേഴ്സ് ഒന്ന് സമ്മാനം കൈപ്പറ്റുക. കരോൾ ഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ക്ലാസ് C1. സമയനഷ്ടം ഒഴിവാക്കുക, എത്രയും വേഗം മുൻപോട്ട് കടന്നു വരുന്നത്. സെക്കൻഡ് ഇയർ കരോൾ ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന ക്ലാസ് B2. ഹയർ സെക്കൻഡറി വിഭാഗം കരോൾ ഗാന മത്സരം ഫസ്റ്റ് ഗോസ് ടു ക്ലാസ് A2. ലീഡേഴ്സ്. താങ്ക് യു ജിൽസൺ സാർ. സ്ഥാനം സജീഷ് മോൻ സജീവ്. 7ാം ക്ലാസ്സിൽ നിന്ന് ആൽബിൻ റജി. സെക്കൻഡ് ജിയോമോൻ അജി. 8ാം ക്ലാസ്സിൽ നിന്ന് കൃഷ്ണകുമാർ. 2ാം സ്ഥാനം ആൽബിയ ജോൺസൺ. 9ാം ക്ലാസ്സിൽ നിന്ന് സൗപർണിക. 2ാം സ്ഥാനം മരിയാമോൾ റെജി. 10ാം ക്ലാസ്സിൽ നിന്ന് വിഷ്ണുപ്രിയ KS. 2ാം സ്ഥാനം അലൻ DJ. സമ്മാനാർഹരായ കുട്ടികൾക്ക് പ്രത്യേകം അനുമോദനങ്ങൾ. ആയിട്ട് ഒരു സോളാർ ലൈറ്റ് സമ്മാനമായി കൊടുക്കുന്നു. ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജോസഫ് മേലശ്ശേരി സാറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി 5B ക്ലാസ്സിൽ പഠിക്കുന്ന അരുൺ രാജു എന്ന കുട്ടിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അരുൺ രാജു എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരിക. കൈയടിക്കുക. ക്രിസ്മസിൻ്റെ ഏറ്റവും സന്തോഷപ്രദമായ കേക്ക് വിതരണം നടന്നു. കേക്ക് മുറിക്കൽ ചടങ്ങിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് അവരുടെ സീറ്റുകളിൽ കേക്ക് ലഭിക്കുന്നതാണ്. മറുപടി പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സിസ്റ്റർ ലിസി ഫ്ലവറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിൽ ഞാനെൻ്റെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും കൂട്ടി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം കാണുവാനും അതിൽ പങ്കുചേരുവാനും ആ
സന്തോഷം അനുഭവിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണെന്ന് കരുതിയാണ് കടന്നു വന്നത്. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി നിങ്ങൾ സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറയെ ആനന്ദമായി, സന്തോഷമായി, സ്നേഹമായി. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അവരുടെ അധരങ്ങളിൽ പൊടിഞ്ഞ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടപ്പോൾ എൻ്റെ ഹൃദയം സ്നേഹത്താൽ തുടിച്ചു. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരിയിൽ പങ്കുചേരുവാൻ നിങ്ങൾ ഞങ്ങളെയും വിളിച്ചല്ലോ എന്നേർത്തപ്പോൾ ഏറെ സന്തോഷമായി, ആനന്ദമായി. എത്രയേറെ നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ കുഞ്ഞുങ്ങളും ഒത്തിരി ഒത്തിരി സംതൃപ്തരായി എന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു മെസ്സേജ് ലഭിക്കുവാനും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ആശംസകൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഡിസംബർ 25 നന്മയുടെ പ്രകാശം ഭൂമിയിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ നിന്ന് പിറവിയെടുത്തു. ധനുമാസത്തിലെ കുളിരുള്ള രാവിൽ ബെത്ലഹേമിലെ ഒരു കാലത്തൊഴുത്തിൽ ഉണ്ണിയേശു ജനിച്ചു. ഭൂമിയിൽ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്ദേശവുമായി വന്നെത്തുന്ന ക്രിസ്മസ് നാളിൽ എൻ്റെ പ്രിയ ചങ്ങാതിമാർക്ക് 1000 ക്രിസ്മസ് ആശംസകൾ. മഞ്ഞണിഞ്ഞ രാവ്, മാനത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഹൃദയം നിറയെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമ്മാനവുമായി നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം. പ്രയർ ഡാൻസിനെ ക്ഷണിക്കുന്നു എബിനാൻ പാർട്ടി. സുന്ദര നിമിഷം. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ദേവദൂതന്മാരോടൊത്ത് നമുക്കും പാടാം. ഇതാ നമ്മുടെ പ്രിയ വികാരിയച്ഛൻ റവറൻ ഫാദർ തോമസ് കരുമങ്ങാനൻ രചിച്ച ക്രിസ്മസ് സംഗീത ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പ്രിയ കൂട്ടുകാർ അവതരിപ്പിക്കുന്നു. പ്ലീസ് വെൽക്കം അഞ്ജന ആൽപ്പാർ. വചനമുണ്ടായിരുന്നു,
വചനം ദൈവമായിരുന്നു, വചനം മാംസമാ നമ്മിൽ വസിച്ചു. താരം മാറിൽ